ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ രാസമാറ്റങ്ങൾ ഭൗതിക മാറ്റങ്ങൾ എന്ന ടോപ്പിക്കിലെ ലാസ്റ്റ് ക്ലാസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് നമ്പർ 5 ആണ് ഇന്ന് കേട്ടോ. 5 ക്ലാസ്സുകളായിട്ട് നമ്മൾ രാസമാറ്റങ്ങളും ഭൗതിക മാറ്റങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൾഡ് എസ് സി ആർ ടിയിലെ നമ്മുടെ 8th സ്റ്റാൻഡേർഡിലെയാണ് കേട്ടോ. 8th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 6 രാസമാറ്റങ്ങൾ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 8th സ്റ്റാൻഡേർഡിലെ 5th ലെസണിൽ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ഈ ഒരു ഭാഗവുമായി കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട്. എന്നാൽ കൂടുതലായിട്ട് ആ ചാപ്റ്ററിലെ ഡീറ്റെയിൽസ് വരുന്നത് ആറ്റവുമായി ബന്ധപ്പെട്ട ഭാഗത്താണ്. അപ്പോൾ 8th സ്റ്റാൻഡേർഡിലെ ആ ഒരു 5th ലെസൺ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമുക്ക് ആറ്റം എന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ അവിടെ കവർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് രാസമാറ്റങ്ങൾ ഭൗതിക മാറ്റങ്ങൾ എന്ന ഏരിയ കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പോർഷനിലേക്ക് നമുക്ക് വരാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ കുറേ എക്സാമ്പിൾസ് നമുക്ക് തന്നിരിക്കുകയാണ്. ഈ എക്സാമ്പിളിൽ നിന്ന് ഇതിനെയൊക്കെ രാസമാറ്റങ്ങൾ ഏതാണ്, ഭൗതിക മാറ്റങ്ങൾ ഏതാണ് എന്ന് ഡിവൈഡ് ചെയ്തിട്ട് കോളം വൈസായിട്ട് എഴുതാൻ ഒരു ആക്ടിവിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. എന്തൊക്കെയാണ് കെമിക്കലായിട്ടുള്ള മാറ്റങ്ങൾ, ഏതൊക്കെയാണ് ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങൾ എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു ബോക്സിൽ ഫില്ല് ചെയ്യാവുന്ന ആക്ടിവിറ്റി ആയിട്ട് ഹോംവർക്കായിട്ട് അങ്ങ് ചെയ്തോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഭൗതിക മാറ്റത്തിൽ തന്മാത്രാ ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് നടക്കുന്നത്. ഭൗതിക മാറ്റത്തിൻ്റെ കേസ് ഫിസിക്കൽ ചേഞ്ച് ആണെങ്കിൽ തന്മാത്രാ ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് നടക്കുന്നത്. അതിനാൽ ഇതിനെ പഴയ അവസ്ഥയിലേക്ക് എളുപ്പം മാറ്റാനായിട്ട് സാധിക്കും. രാസമാറ്റത്തിലാണെങ്കിലോ പുതിയ തന്മാത്രകൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാസമാറ്റങ്ങൾ സ്ഥിരമാണെന്നും പിന്നെ ഭൗതിക മാറ്റങ്ങൾ താൽക്കാലിക മാറ്റങ്ങളാണ് എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും. മുകളിൽ പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചാണ്. ഭൗതിക മാറ്റങ്ങൾ താൽക്കാലിക മാറ്റങ്ങളും രാസമാറ്റങ്ങൾ സ്ഥിരമാറ്റങ്ങളുമാണ്. ഭൗതിക മാറ്റം എന്നാൽ തന്മാത്രാ ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് നടക്കുന്നത്. രാസമാറ്റത്തിലാണെങ്കിലോ പുതിയ തന്മാത്രകൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സൊക്കെ ഇല്ലേ, അതിലെ കണ്ടന്റ് തന്നെയാണ് ഇവിടെയൊക്കെ വരുന്നത് കേട്ടോ. ഈ ഭാഗത്തൊരു പോയിന്റ് ഉണ്ട് കേട്ടോ, നോക്കിയേ. സോഡിയം ലോഹം ജലവുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ആൽക്കലിയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ലോഹം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ആൽക്കലി ഏത്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അതേപോലെ സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ ജലവുമായി തീവ്രമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകവും ആൽക്കലിയും ഉണ്ടാകുന്നുണ്ട്. സോഡിയം, പൊട്ടാസ്യം മുതലായ ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. സോഡിയം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ആൽക്കലി ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ അതുപോലെ മഗ്നീഷ്യം വായുവിൽ കത്തുമ്പോൾ എന്താ ഉണ്ടാവുക? താപവും പ്രകാശവും ഉണ്ടാകും എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് താപരാസപ്രവർത്തനങ്ങളിലേക്ക് നോക്കാം. തെർമോ കെമിക്കൽ റിയാക്ഷൻസ്. ഇനി നമുക്കറിയാം, താപരാസപ്രവർത്തനം എന്ന് പറയുമ്പം താപം അബ്സോർബ് ചെയ്തിട്ട് റിയാക്ഷൻസ് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് താപം റിലീസ് ചെയ്യുന്ന തരത്തിലുള്ള റിയാക്ഷൻസും ഉണ്ട്. അപ്പോൾ പ്രവർത്തനങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. എക്സോതെർമിക്കും എൻഡോതെർമിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, മഗ്നീഷ്യം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ് മഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ പ്ലസ് താപം. കണ്ടോ, താപം റിലീസ് ചെയ്യുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് താപം അബ്സോർബ് ചെയ്തിട്ട് പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഡയോക്സൈഡും ഒപ്പം ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ താപം അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷനാണ് കേട്ടോ. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏത്? ഇത് PyQ ആണേ. ഏതാണ്? ഓക്സിജൻ ആണ്. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് താപം ആഗിരണം ചെയ്യാണ് ചെയ്തത് അല്ലേ. എൻഡോതെർമിക് റിയാക്ഷനാണ്. ഇനി ഇവിടെ മുകളിലാണ് എന്ത് സംഭവിച്ചത്? മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് മഗ്നീഷ്യം ക്ലോറൈഡും അതുപോലെ ഹൈഡ്രജനും താപം റിലീസ് ചെയ്യുക ചെയ്തത്. താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനമാണ്. അതിന് നമുക്ക് എന്ത് പറയാം? എക്സോതെർമിക് താപമോചക രാസപ്രവർത്തനം എന്ന് പറയാം. ഇതൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റ് ആ ഒരു റിയാക്ഷൻ മാത്രം ഏത് തരത്തിലുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു പോയത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്കും ഇത് നല്ല രീതിയിലൊരു റിവിഷൻ ആയിരിക്കും. ഇനി നോക്കാട്ടോ, ഇവിടെ താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെ എക്സോതെർമിക് എന്നും താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ എൻഡോതെർമിക് റിയാക്ഷൻസ് എന്നും പറയുന്നു. ഇനി ഇത് ഇവിടെ നോക്കിയേ, മിന്നാമിനുങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പ്രകാശോർജം പുറത്തു വരുന്നത്. അപ്പോൾ മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിലെ ലൂസിഫറേസ് എന്ന എൻസൈമിൻ്റെ പേര് നോക്കുക. ലൂസിഫറേസ് എന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ ലൂസിഫറിൻ ഓക്സിജനുമായി ചേർന്ന് ഓക്സിലൂസിഫറിൻ ഉണ്ടാകുമ്പോൾ
ഉണ്ടാകുമ്പോഴാണ് പ്രകാശോർജം ഉത്സർജിക്കപ്പെടുന്നത്. ഈ ഒരു പ്രോസസ്സിന് എന്ത് പറയും? ബയോലുമിനിസെൻസ് എന്നാണ് ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്നത്. ഈ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഉത്സർജിക്കപ്പെടുന്ന ഊർജത്തിന്റെ 95% പ്രകാശ ഊർജമാണ്. അതുകൊണ്ടാണ് മിന്നാമിനുങ്ങ് മിന്നുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നത്. അപ്പം മിന്നാമിനുങ്ങിന്റെ ശരീരത്തിലെ തിളക്കത്തിന് കാരണമായിട്ടുള്ള എൻസൈം ഏതാണ്? ലൂസിഫറിൻ ആണ്. മിന്നാമിനുങ്ങിന്റെ ശരീരത്തിലെ ലൂസിഫറിൻ ഓക്സിജനുമായി ചേർന്ന് ഓക്സിലൂസിഫറിൻ ഉണ്ടാകുമ്പോഴാണ് പ്രകാശോർജം ഉത്സർജിക്കപ്പെടുന്നത്. ഈ ഒരു പ്രതിഭാസത്തെ ബയോലുമിനിസെൻസ് എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ ഫോട്ടോസിന്തസിന്റെ കേസ് നോക്കിയേ. പ്രകാശ സംശ്ലേഷണം കണ്ടോ? അതിൻ്റെ ഒരു പ്രവർത്തന സമവാക്യമാണ് അവിടെ തന്നിരിക്കുന്നത്. ജലവും കാർബൺ ഡയോക്സൈഡും പ്രവർത്തിക്കുന്നു. അപ്പോൾ പ്രകാശം ആഗിരണം ചെയ്തിട്ട് ഗ്ലൂക്കോസും ഓക്സിജനും അല്ലേ, നമ്മുടെ ഫോട്ടോസിന്തസിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുണ്ടാകുന്ന എന്തൊക്കെയാണ്? ഗ്ലൂക്കോസും ഓക്സിജനുമാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, പ്രകാശം ആഗിരണം ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. ഞാൻ എപ്പോഴോ താപം എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ജലവും കാർബൺ ഡയോക്സൈഡും പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നു? ക്ലോറോഫിലിന്റെ ഒക്കെ പ്രസൻസിൽ ഗ്ലൂക്കോസും ഓക്സിജനുമായി മാറുന്ന പ്രോസസ്സാണ് എന്ത്? ഫോട്ടോസിന്തസിസ് എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് പ്രകാശം ആഗിരണം ചെയ്യുന്ന പ്രോസസ്സാണ്. പ്രകാശ സംശ്ലേഷണം എന്നത് പ്രകാശം ആഗിരണം ചെയ്യുന്ന പ്രോസസ്സാണ് ആണല്ലോ. അപ്പോൾ പ്രകാശോർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ. അറിയാമല്ലോ. ഇവിടെ തന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ഒരു ബോക്സ് വായിക്കാം. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ഹരിതസസ്യങ്ങൾ അത്യാവശ്യമാണ്. പ്രകൃതിയിലെ ആഹാര നിർമ്മാണശാലകളാണ് ഇലകൾ. അല്ലേ, എന്താണ് ഇലകൾ? ലീഫ് ഇസ് ദ കിച്ചൺ ഓഫ് പ്ലാന്റ് എന്ന് പറയാറുണ്ട്. സസ്യങ്ങളിലെ ഹരിത കണങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡയോക്സൈഡും ഉപയോഗിച്ച് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഈ ഗ്ലൂക്കോസ് ആണ് അന്നജമായി മാറി ഇലകളിലും പഴങ്ങളിലും കിഴങ്ങുകളിലും ഒക്കെ സംഭരിക്കുന്നത്. ഈ രീതിയിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ ഹരിതസസ്യങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തിനെക്കുറിച്ചായിരുന്നു? പ്രകാശോർജം ആഗിരണം ചെയ്തോ അല്ലെങ്കിൽ പുറത്തു വിട്ടോ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ 2 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഫോട്ടോസിന്തസിന്റെ കേസിൽ എന്താണ്? പ്രകാശം അബ്സോർബ് ചെയ്തിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്. മിന്നാമിനുങ്ങിന്റെ കേസിലാണെങ്കിൽ പ്രകാശം ഉത്സർജിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ബയോലുമിനിസെൻസ് എന്നാണ് ആ ഒരു പ്രോസസ്സിന് പറയുന്നത്. അപ്പോൾ പ്രകാശ രാസപ്രവർത്തനങ്ങൾ കഴിഞ്ഞു. ഇത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വൈദ്യുത രാസപ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനിലെ ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചിരിക്കേണ്ട ടേം വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് ആണ്. നിങ്ങൾക്ക് അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. എന്താണ് വൈദ്യുത വിശ്ലേഷണം? എന്താണ്? വൈദ്യുതോർജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനത്തെയാണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. വൈദ്യുതോർജം ആഗിരണം ചെയ്തുകൊണ്ട് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാവുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ. ഇനി വൈദ്യുതി കടന്നു പോകുമ്പോൾ നോക്കാം. ഇലക്ട്രോലൈറ്റ് എന്താ നോക്കാമേ. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളെയാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഇലക്ട്രോലിസിസ് എന്താന്ന് പറഞ്ഞു? വൈദ്യുതോർജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്നതാണ് വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോലിസിസ്. അപ്പോൾ ഈ വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളുണ്ടല്ലോ, റിയാക്ഷൻ അല്ലേ. അപ്പോൾ ആ ഒരു പദാർത്ഥങ്ങളെയാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിന് എക്സാമ്പിൾസ് നോക്കാം. സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ്, ഇതൊക്കെ എന്താണ്? ഇലക്ട്രോലൈറ്റുകളാണ്. ഓക്കെ, അതായത് വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ് എന്നിവയൊക്കെ. ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ തുടങ്ങിയവയെല്ലാം ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനിയിലും ഇലക്ട്രോലൈറ്റുകളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പഠിച്ചേക്ക. ആസിഡ്, ആൽക്കലി, ലവണങ്ങൾ തുടങ്ങിയവയെല്ലാം ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനികളിലും ഇലക്ട്രോലൈറ്റുകളാണ്. ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ടുകളെയാണ് ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റ് എന്താണ്? ഇലക്ട്രോഡ് എന്താണ്? ഇലക്ട്രോലിസിസ് എന്താണ്? ഈ 3 കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇലക്ട്രോലിസിസ് എന്താണെന്ന് ഒന്നും കൂടി നോക്കാം. വൈദ്യുതോർജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് ഇലക്ട്രോലിസിസ്. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റ്. ഈ ഇലക്ട്രോലൈറ്റുകൾക്ക് എക്സാമ്പിൾ ആണ് സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ് എന്നിവയൊക്കെ. ഇനി ആസിഡുകളും ആൽക്കലികളും ലവണങ്ങളും ഒക്കെ ഉരുകിയ അവസ്ഥയിലും അതുപോലെ ജലീയ ലായനികളിലും ഇലക്ട്രോലൈറ്റുകളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ജലീയ ലായനികളാണ് അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥയിലാണ് ഇലക്ട്രോലൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത്? ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ജലീയ ലായനിയാവാം അല്ലെങ്കിൽ ആസിഡിന്റെയോ ആൽക്കലിയുടെയോ ലവണങ്ങളുടെയൊക്കെ ഉരുകിയ അവസ്ഥയാവാം. അപ്പോൾ ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്നത് ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ആ ഒരു ദണ്ഡുകളിലൂടെയാണ്. ആ ദണ്ഡുകളെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആയല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ. ഇവിടെ നോക്കാട്ടോ, ഇവിടെ ഒരു ഇമേജ് കാണുന്നുണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ കണ്ടോ, ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡാണ്. ഇലക്ട്രോഡുകളായിട്ട് കോപ്പറും സിങ്കും ആണ് ഉള്ളത്. അപ്പോൾ ആസിഡും അതിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ലോഹങ്ങളും തമ്മിലുള്ള രാസപ്രവർത്തന ഫലമായിട്ടാണ് ഇവിടെ വൈദ്യുതി ഉണ്ടായത്. കണ്ടോ, ബൾബ് കത്തുന്നത് കണ്ടല്ലോ. രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാകുന്ന സംവിധാനങ്ങളെ വൈദ്യുത രാസസെല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാകുന്ന സംവിധാനങ്ങളെ വൈദ്യുത രാസസെല്ലുകൾ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ എന്ന് പറയുന്നു. ഇനി നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് നോക്കിയാൽ ചെറുനാരങ്ങ കൊണ്ട് ബാറ്ററി ഉണ്ടാക്കുന്നത് നമുക്കറിയാമല്ലോ. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ഇവിടെ എന്താ സംഭവം? കണ്ടോ, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നാരങ്ങയിൽ എന്താ ചെയ്യേണ്ടത്? ചെമ്പ് കമ്പി അടുത്തതിന്റെ സിങ്ക് അകിടുമായിട്ട് ബന്ധിപ്പിക്കുക. ഒരറ്റത്തെ നാരങ്ങയിലെ സിങ്കും മറ്റേ അറ്റത്തെ നാരങ്ങയിലെ കോപ്പറും ഒരു ചാലക കമ്പി വഴി LED ബന്ധിപ്പിക്കുക. LED പ്രകാശിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എക്സ്പെരിമെന്റ് ഒന്നും പറയുന്നില്ല. ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ രാസപ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വൈദ്യുത രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോ പ്ലേറ്റിങ്ങിനെ കുറിച്ചാണ് നോക്കാനുള്ളത്. ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്നും ആവശ്യമില്ല. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ലോഹവസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ്? ലോഹവസ്തുക്കളിൽ ഒരു ലോഹവസ്തുവിൽ മറ്റൊരു ലോഹത്തിന്റെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന്. ഇപ്പോൾ ഒരു ചെമ്പ് വളയിൽ നമുക്ക് വെള്ളി പൂശണം അല്ലെങ്കിൽ സ്വർണം പൂശണം. അപ്പോൾ ലോഹ വസ്തുക്കളിൽ മറ്റൊരു ലോഹത്തിന്റെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യുന്നത്? വൈദ്യുതി ഉപയോഗിക്കുന്നു. ആ ഒരു പ്രക്രിയയാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. PSC എക്സാമിന് എങ്ങനെ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്നതെന്നൊന്നും ചോദിക്കില്ല. ഇനി ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. രാസപ്രവർത്തനങ്ങളിൽ താപം, പ്രകാശം, വൈദ്യുതി എന്നീ ഊർജ്ജ രൂപങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കത് മനസ്സിലായി. ഊർജം ആഗിരണം ചെയ്ത് നടക്കുന്ന പ്രവർത്തനങ്ങളും അതുപോലെ ഊർജം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളും ഉണ്ട്. അതായത് ഊർജം എന്നോട് ഉദ്ദേശിക്കുന്നത് താപമാകാം, പ്രകാശമാകാം, വൈദ്യുതിയാകാം. അപ്പോൾ താപം, പ്രകാശം, വൈദ്യുതി എന്നീ ഊർജ്ജ രൂപങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ഊർജം ആഗിരണം ചെയ്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് പറയും? ഊർജ ആഗിരണ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയും. ഊർജം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളുണ്ട്. അവയെ ഊർജ മോചക പ്രവർത്തനങ്ങൾ എന്ന് പറയും. ഓക്കെ, ഊർജ മോചക പ്രവർത്തനങ്ങളും ഊർജ ആഗിരണ പ്രവർത്തനങ്ങളും മനസ്സിലായല്ലോ. ഏതൊരു രാസപ്രവർത്തനം നടക്കുമ്പോഴും അവിടെ ഊർജ കൈമാറ്റം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ആ ഊർജം എന്ന് പറയുന്നത് താപത്തിന്റെ രൂപത്തിലാകാം, പ്രകാശത്തിന്റെ രൂപത്തിലാകാം, വൈദ്യുതി രൂപത്തിലുമാകാം. അപ്പോൾ ഇതിൽ ഏത് ഊർജ രൂപമാണോ പ്രധാനമായിട്ടും പുറത്തുവിടുന്നത് അല്ലെങ്കിൽ ആഗിരണം ചെയ്യപ്പെടുന്നത്, ഈ ഊർജ രൂപവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ആ ഒരു പേരിലാണ് നമ്മൾ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ താപമോചക പ്രവർത്തനം എന്നും അതുപോലെ എന്താണ് വൈദ്യുത രാസപ്രവർത്തനമെന്നും പിന്നെ വൈദ്യുത ലേപനമെന്നും ഒക്കെ പേരിട്ട് ഇതിനെ വിളിച്ചത്, കെമിക്കൽ റിയാക്ഷൻസിനെ. മനസ്സിലായല്ലോ. അവിടെ ഒന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളില്ല. ഇനി നമുക്ക് വിവിധങ്ങളായിട്ടുള്ള സെല്ലുകളെ കുറിച്ച് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് നോക്കാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം വൈദ്യുത ചാർജുള്ള കണികകളെ കുറിച്ച് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. വൈദ്യുത ചാർജുള്ള കണികകളെയാണ് അയോണുകൾ എന്ന് പറയുന്നത്. വൈദ്യുത ചാർജുള്ള കണികകളെയാണ് എന്ത് പറയുന്നത്? അയോണുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ലവണങ്ങളുടെയും ആസിഡുകളുടെയും ആൽക്കലികളുടെയും ലായനിയിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളും നെഗറ്റീവ് ചാർജുള്ള കണങ്ങളും ഉള്ളതിനാലാണ് രാസപ്രവർത്തനത്തിൽ അവ യഥാക്രമം നെഗറ്റീവ് ഇലക്ട്രോഡിലും പോസിറ്റീവ് ഇലക്ട്രോഡിലും സ്വതന്ത്രമാക്കപ്പെടുന്നത്. ഇതൊന്നും പഠിക്കണ്ട. എങ്ങനെയാണ് നമ്മൾ ചാർജുള്ള കണങ്ങളെയാണ് അയോണുകൾ എന്ന് വിളിക്കുന്നതെന്ന് മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ചാർജുള്ള കണങ്ങളെയാണ് അയോണുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ രാസപ്രവർത്തനം നടക്കുമ്പോൾ അവിടെ പോസിറ്റീവ് അയൺസും നെഗറ്റീവ് അയൺസും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ രാസപ്രവർത്തനം നടക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതൊന്നും വേണ്ട. ചാർജുള്ള കണങ്ങളെ അല്ലെങ്കിൽ കണികകളെ എന്താണ് അറിയപ്പെടുന്നത്? അയോണുകൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇനി നമുക്കത് ഈ ഒരു ബോക്സിലേക്ക് വരാം. ഈ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
ഡ്രൈ സെല്ല് ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ്? ക്യാമറകൾ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ, റേഡിയോ, ഇതിലൊക്കെ എന്താണ് ഡ്രൈ സെല്ലാണ് യൂസ് ചെയ്യുന്നത്, ഡ്രൈ സെല്ല്. ഇനി മെർക്കുറി സെല്ല്, അതായത് ഇതിൽ കണ്ടോ ഡ്രൈ സെല്ല് കണ്ടല്ലോ, ഇതാണ് ഡ്രൈ സെല്ല്. ഇനി അടുത്തത് മെർക്കുറി സെല്ല്, ഈ റൗണ്ട് ഷേപ്പിൽ കാണുന്നില്ലേ, ഇതാണ് എന്ത് മെർക്കുറി സെല്ല് എന്ന് പറയുന്നത്. വാച്ച്, കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മെർക്കുറി സെല്ല് യൂസ് ചെയ്യുന്നത്. ഇനി നിക്കൽ കാഡ്മിയം സെല്ല് റീചാർജ് ചെയ്യാവുന്ന ടോർച്ച്, ക്യാമറകളിലൊക്കെ യൂസ് ചെയ്യുന്നത് നിക്കൽ കാഡ്മിയം സെല്ലാണ്. അതുപോലെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഇതാണ് PYQ കേട്ടോ. ലിഥിയം അയോൺ സെല്ലാണ് മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നത്. കണ്ടല്ലോ, അപ്പോൾ സെല്ലുകളൊന്ന് നോക്കി വയ്ക്കുക. ഡ്രൈ സെല്ല് അറിയാം നമുക്ക്, റേഡിയോ, ക്യാമറ, ആ ഒരു സെല്ല് കണ്ടാൽ നമുക്കറിയാം അല്ലേ അത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നതെന്ന്. ക്ലോക്കിൽ, കളിപ്പാട്ടങ്ങളിൽ, ക്യാമറകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മെർക്കുറി സെല്ലാണെങ്കിൽ നമുക്കറിയാലോ വാച്ചുകളിലൊക്കെ ഇങ്ങനെയാണ്. പിന്നെ കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൊക്കെ മെർക്കുറി സെല്ല് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിക്കൽ കാഡ്മിയം സെല്ലാണെങ്കിൽ റീചാർജ് ചെയ്യാവുന്ന ടോർച്ചൊക്കെ ഇല്ലേ, നമ്മൾ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ടോർച്ചുകൾ. പിന്നെ ക്യാമറകളിലൊക്കെ നിക്കൽ കാഡ്മിയം സെല്ലുകളാണ് യൂസ് ചെയ്യുന്നത്. ലിഥിയം ആണെങ്കിൽ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെയാണ്. പിന്നെ പോസിറ്റീവ് അയോൺസ് കൂടെ കാണിച്ചിട്ടുണ്ട്, ഏതൊക്കെയാണെന്ന്. നെഗറ്റീവ് അയോൺസും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ അയോണുകളെ കുറിച്ച് ഇത്രയേ ഉണ്ടല്ലോ എന്നിട്ട് ഒന്നും പറയാതെ പോയല്ലോ എന്ന് വിചാരിക്കേണ്ട. വലിയ ചാപ്റ്ററുകൾ മീൻസ് മറ്റുള്ള ടോപ്പിക്കുകളുടെ അണ്ടറിൽ വലിയ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നമുക്കത് കൂടുതൽ പഠിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ചാർജ്ഡ് അയോൺസ് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം, ചാർജ്ഡ് ആയിട്ടുള്ള കണികകളെയാണ് അയോണുകൾ എന്ന് പറയുന്നത്. വൈദ്യുത ചാർജുള്ള കണികകളെയാണ് അയോണുകൾ എന്ന് പറയുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. കണ്ടോ, സോഡിയം, പൊട്ടാസ്യം, സിങ്ക്, മഗ്നീഷ്യം, കാൽസ്യം, കോപ്പർ, ഇതൊക്കെ പോസിറ്റീവ് അയോൺസ് ആണെങ്കിൽ പിന്നെന്താണ് സൾഫൈഡ്, കാർബണേറ്റ്, പിന്നെന്താണ് ക്ലോറൈഡ്, നൈട്രേറ്റ്, ഇതെല്ലാം എന്താണ് നെഗറ്റീവ് അയോണുകളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത വരുന്ന ചാപ്റ്ററുകളിലൊക്കെ പഠിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്തതല്ല എന്നുള്ളതാണ് പ്രത്യേകം പറഞ്ഞു വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ ചാപ്റ്ററും നമ്മുടെ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്തിട്ട് വീക്കിലി സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും ഒക്കെ ഉണ്ട്. അതൊക്കെ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാം. താങ്ക്